എൻ ഷിനാസ്. നോക്കൂ, നിശബ്ദമായി UN-ലെ ആ പ്രതിനിധികൾ ഇറങ്ങിപ്പോയപ്പോൾ അത് ലോകത്തിന് പകർന്നത് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ്. എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? അത് ഒരു സമാധാനത്തിൻ്റെ പ്രതീകമായി ആ നിശബ്ദ പ്രതിഷേധത്തെ നമുക്ക് കാണാമോ? അതെ, ആ നിശബ്ദ പ്രതിഷേധവും ഈയിടെ വരെ ഇസ്രായേലിന്റെ സഖ്യകക്ഷി രാജ്യങ്ങളായ ഫ്രാൻസ്, കാനഡ, ബ്രിട്ടൻ ഒക്കെ പലസ്തീൻ എന്ന പരമാധികാര രാഷ്ട്രത്തെ അംഗീകരിച്ചതും ഒക്കെ പ്രതീകാത്മകമായി ഇസ്രായേലിനുള്ള വലിയ തിരിച്ചടി തന്നെയാണ്. അത് സമാധാനത്തിലേക്ക് ഉള്ള ഒരു പാത തുറക്കുമെന്നാണല്ലോ സ്റ്റാർമർ പറഞ്ഞത്. അപ്പോൾ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് അലയൻസ്, ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പതിറ്റാണ്ടുകളായി ട്രാൻസ് അറ്റ്ലാന്റിക് സഖ്യത്തിൽ നിലനിന്നു പോന്ന ഒരു സമവായത്തിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. അത് ഈ UN പൊതുസഭയുടെ സമ്മേളനത്തിലും വളരെ പ്രകടമായി നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, UK, അതുപോലെ തന്നെ ഫ്രാൻസ്, ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീൻ എന്ന പരമാധികാര രാഷ്ട്രത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഐക്യരാഷ്ട്രസഭയിൽ 81% രാഷ്ട്രങ്ങളായി 157 രാഷ്ട്രങ്ങൾ പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ പിന്തുണക്കുന്ന സംഖ്യയായി. എങ്കിൽ പോലും വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിൽ പോലും 1967 മുതലെങ്കിലും ഇസ്രായേലിനെ സർവാത്മന പിന്തുണച്ചു പോരുന്ന രാഷ്ട്രം അമേരിക്കയാണ്. 1948 ഇസ്രായേൽ ഉണ്ടായി. 1960 വരെ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക സഹായം അത്രമേൽ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഇസ്രായേൽ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഫ്രാൻസിനെയായിരുന്നു. ഇസ്രായേലിന്റെ ആണവ പദ്ധതി, അണുബോംബ് നിർമ്മാണത്തിൽ പോലും ഫ്രാൻസാണ് ഗണ്യമായ സഹായം നൽകിയിരുന്നത്. 1967 യുദ്ധത്തോടെയാണ് അമേരിക്ക ഇസ്രായേലിനെ വലിയ തോതിൽ സൈനികമായും സാമ്പത്തികമായും സഹായിക്കാൻ തുടങ്ങിയത്. ഓരോ 10 വർഷം കൂടുമ്പോഴും പുതുക്കപ്പെടുന്ന ഒരു സാമ്പത്തിക സൈനിക സഹായ പദ്ധതിയുണ്ട്. 2006, 2017 കാലത്ത് അത് $30 ബില്യൺ ആയിരുന്നു ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നത്. ഈ $30 ബില്യൺ ഒരു 80%-ലധികവും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പടക്കോപ്പുകൾ വാങ്ങാൻ തന്നെയാണ് വിനിയോഗിക്കുന്നത്. ബാക്കി വരുന്നത് ഈ മിസൈൽ ഡിഫൻസ് പോലുള്ള കാര്യങ്ങൾക്കും. പിന്നീട് 2006 10 വർഷത്തേക്ക് പുതുക്കിയ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ $38 ബില്യൺ അത് വർദ്ധിച്ചു. ഈ വർഷം തന്നെ $3.8 ബില്യൺ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ഗാസയിൽ ഈ ഹമാസിന്റെ ആക്രമണവും ഈ ഗാസയിലെ ഈ യുദ്ധവും തുടങ്ങിയതോടെ സപ്ലിമെന്ററി എയ്ഡും അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ്ട് 2008 വരെ ഉണ്ടാവും. അപ്പോ ഈ ഫ്രാൻസ് ആകട്ടെ, അതുപോലെ ബ്രിട്ടൻ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, പോർച്ചുഗൽ ആവട്ടെ, കാനഡ ആവട്ടെ, അവരൊക്കെ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു. മറ്റെല്ലാ രാജ്യങ്ങളും അതിനു മുമ്പേ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം, ഈ അംഗീകാരം വാക്കിൽ മാത്രമാണ്. നടപടിയിൽ ഈ പലസ്തീൻ എന്ന പരമാധികാര രാഷ്ട്രം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടി ഇസ്രായേലിന് മേൽ മറ്റെന്ത് സമ്മർദ്ദങ്ങളാണ് നാം കാണുന്നില്ലാത്തത്? അതായത് ഇസ്രായേലുമായിട്ടുള്ള സൈനിക അല്ലെങ്കിൽ പ്രതിരോധ കരാറുകൾ അല്ലെങ്കിൽ പ്രതിരോധ സഹകരണം നിർത്തിയ രാജ്യങ്ങളുണ്ട്. നയതന്ത്ര വിലക്കുകൾ, പല മട്ടിലുള്ള നയതന്ത്ര നടപടികൾ എടുത്ത രാജ്യങ്ങളുണ്ട്. ആംസ് സെയിൽസ്, അതായത് ആയുധ വിൽപ്പന, അതുപോലെ തന്നെ സാങ്ഷൻസ്, നമ്മുടെ ഇപ്പൊ യുക്രൈനെതിരെ ഇപ്പൊ ചട്ടാനുസൃത ലോകക്രമത്തിന്റെ വലിയ ഉദ്ഘോഷകരാണല്ലോ ഈ വെസ്റ്റേൺ പവേഴ്സ്. ഈ ചട്ടാനുസൃത റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പേരിൽ റഷ്യക്കെതിരെ ഇതുവരെ പ്രയോഗിക്കാത്ത യാതൊരു ഉപരോധവുമില്ല. അപ്പോ അതേസമയം ഇസ്രായേലിനെതിരെ
ഈ രീതിയിൽ വാക്കാലുള്ള എതിർപ്പും നടപടിക്രമങ്ങളിൽ ഇപ്പോ ആയുധ വിൽപ്പന, ആയുധ ഇടപാടുകൾ, പ്രതിരോധ സഹകരണം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ, നയതന്ത്ര വിലക്കുകൾ, അതൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അറബ് രാജ്യങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടില്ല. 2020 എബ്രഹാം ഉടമ്പടി പ്രകാരം UAE, ബഹ്റിൻ, സുഡാൻ, മൊറോക്കോ ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്തു. ഖത്തർ ആക്രമിക്കപ്പെട്ടു സെപ്റ്റംബർ 9. എന്നിട്ട് പോലും ഒരു വാക്കിൽ രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായതല്ലാതെ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഈ 2020 പുനഃസ്ഥാപിച്ച രാജ്യങ്ങളൊന്നും വിച്ഛേദിച്ചിട്ടില്ല. മറ്റു രീതിയിലുള്ള ബന്ധങ്ങളും തുടരുന്നു. അപ്പോ ഇസ്രായേൽ ഈ പാതയിലേക്ക് വരാൻ ആദ്യം അമേരിക്ക വിചാരിക്കണം. 2, യൂറോപ്പിലെ ഈ രാഷ്ട്രങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കണം, മറ്റ് രാജ്യങ്ങളിലും. അല്ലാതെ ഇസ്രായേൽ വഴങ്ങില്ല. അതുകൊണ്ടാണ് നെതന്യാഹു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് തങ്ങൾ സൂപ്പർ സ്പാർട്ട ആണ്. ഏൻഷ്യന്റ് ഗ്രീസിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു സ്പാർട്ട. അപ്പൊ സൂപ്പർ സ്പാർട്ടയാണ് മധ്യേഷ്യയിൽ. തങ്ങളാണ് ഏറ്റവും വലിയ സൈനിക ശക്തി. അത് അമേരിക്കയും ആഗ്രഹിക്കുന്നത് മധ്യേഷ്യയിൽ ഇസ്രായേലിനെ കവിഞ്ഞുള്ള ഒരു സൈനിക ശക്തിയുള്ള രാഷ്ട്രം ഉണ്ടാവരുതെന്നാണ്. ആ ഒരു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേൽ ഞാനൊന്ന് ഇടപെടുകയാണ്. അരമണിക്കൂർ ചർച്ചയാണല്ലോ നമ്മളുടേത്. ഞാൻ ജോസഫ് ആന്റണിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇവിടെ AM ഷിനാസ് പറഞ്ഞു നിർത്തുന്നത് നെതന്യാഹു പിന്മാറണമെങ്കിൽ, ഇസ്രായേൽ പിന്മാറണമെങ്കിൽ ആദ്യം അമേരിക്ക തീരുമാനമെടുക്കണം എന്നതാണ്. അവിടെയാണ് പ്രതീക്ഷ ജനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ അനുവദിക്കില്ല എന്നതാണ്. ഒപ്പം യുദ്ധം വൈകാതെ അവസാനിക്കും എന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നു. ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ബന്ദികളുടെ മോചനം സാധ്യമാക്കിക്കൊണ്ടാണെങ്കിലും അവിടെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചനയായി ട്രംപിന്റെ വാക്കുകളെ കാണണമോ? ഷിനാസ് വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അവസാനിപ്പിക്കാം. നിങ്ങൾ നിർത്തൂ യുദ്ധം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സ്വിച്ചിട്ട കണക്ക് ഈ ഇസ്രായേലിലെ യുദ്ധം നിർത്തേണ്ടി വരും. എന്തുകൊണ്ട് നിർത്തേണ്ടി വരും? ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ആർക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്? ആര് സഹായിക്കുന്ന യുദ്ധമാണ്? ഈ അമേരിക്ക രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന യുദ്ധമാണ് ഇസ്രായേൽ പലസ്തീനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ എല്ലാ തരത്തിലുള്ള പിന്തുണ, ഇപ്പൊ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് നിന്നും ഈ ഇസ്രായേലിനെ പിന്മാറ്റും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് കൂടുതൽ കയ്യേറ്റം നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പിന്നെ ട്രംപ് തന്നെയാണ് ഈ വെസ്റ്റ് ബാങ്കിന്റെ പിന്നെ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെതാണെന്ന് നേരത്തെ സമ്മതിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമാണോ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകൃതമാകുമ്പോൾ അതിന്റെ തലസ്ഥാനമാകേണ്ട ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന ആകെയുള്ള സ്ഥലത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുകയും ഈ ഒരു രാജ്യം പോലും ചെയ്യാത്ത ടെലവീവിൽ നിന്ന് ഇസ്രായേലിലേക്ക് തലസ്ഥാനം മാറ്റുകയും അമേരിക്കയുടെ എംബസി മാറ്റുകയും ചെയ്ത ആളാണ് ട്രംപ്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്തുണ നൽകുന്ന പിന്നെന്താണ് ഈ ഇപ്പോൾ നടക്കുന്ന വംശഹത്യയിൽ കൂട്ടുപ്രതിയാണ് വാസ്തവത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ സമാധാനത്തിന് ഇപ്പം മുതിരുന്നത് ഇവിടെ നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ അന്തർദേശീയ സമൂഹം, അമേരിക്കയിലുള്ള സമൂഹം, അമേരിക്കൻ ജനസമൂഹം, അതുപോലെ തന്നെ അന്തർദേശീയ സമൂഹവും ഈ ഇസ്രായേല് പലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഷിനാസ് കൃത്യമായി സൂചിപ്പിച്ച പോലെ റൂൾസ് ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത് ഇത് നിയമാനുസൃതമായ ചട്ടപ്രകാരമുള്ള ലോകക്രമം ഉണ്ടാവണം. ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ സമൂഹം അന്തർദേശീയ നയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അംഗീകരിക്കുക, ജനാധിപത്യ നിയമങ്ങൾ അംഗീകരിക്കുക, മനുഷ്യാവകാശം അംഗീകരിക്കുക. ഇസ്രായേലിന്റെ നടപടി ഇത് ഏതെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? ഒരു തരത്തിലുള്ള അന്തർദേശീയ നിയമം അവർ പാലിക്കുന്നില്ല. എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിപ്പറത്തുന്നു. അങ്ങനെ കാറ്റിപ്പറത്തിക്കൊണ്ട് അവരിങ്ങനെ നിരന്തരമായി വംശഘടന നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പൊ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഒരു സൗഹൃദ രാജ്യമാണ് ജോർജിയ മെലോനി നയിക്കുന്ന ഇറ്റലി. ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസം എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ജനങ്ങൾ ഈ ഇറ്റലി ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നുകൊണ്ട് വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങളാണ്.
അതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും പോർച്ചുഗലും എല്ലാം ഇപ്പോൾ ഈ പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കണമെന്ന് അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? ആ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണകൂടത്തോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ലോകത്തൊട്ടാകെ നടന്ന് ജനാധിപത്യവും മനുഷ്യാവകാശം പറയുകയും ഇങ്ങനെ 10,70,000 ആളുകളെ ദിവസം പ്രതി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ല എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ അതിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രായേലും അന്തർദേശീയ തലത്തിൽ വളരെ ഭീകരമായി ഒറ്റപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്